വന്നാട്ടെ, അകത്തിരിക്കാം. ഇരിക്കും. കുടിക്കാൻ മോളെടുക്കട്ടെ? മറ്റവൻ പിന്നല്ലാതെ. ഏതാ? വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന്, വോഡ്ക? നല്ല വാറ്റ് കിട്ടുമോ? അയ്യോ, അത് വരുത്തിക്കാം. തൽക്കാലം ഒരു അനക്കം കിട്ടാൻ ഇവിടെ ഉള്ളതെന്തെങ്കിലും. നിങ്ങളിപ്പം ബേജാറാവണ്ട, എല്ലാവരും ഒപ്പം ഇങ്ങോട്ട് പോട്ടെ. അപ്പോ എപ്പോഴാ അച്ഛനെ ഒന്ന് കാണുന്നത്? ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, റിസപ്ഷൻ അല്ലേ? ആ, ഞാനാ. വിളിച്ചോ? ഓ ശരി, ഇപ്പൊ വരും. ഇത് കുടിക്കാനും കുളിക്കാനും ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡും ഉണ്ട്, ഇഷ്ടമുള്ളടുത്ത് കഴിക്കാം. അപ്പോ മക്കൾ സന്തോഷമായിട്ടിരിക്കെ, എല്ലാം ഭംഗിയാവും. എല്ലാം ഭംഗിയാവാനാ ഞാൻ പുറപ്പെട്ട് വന്നത്. എന്നാ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഇയാൾ എന്റെ അഭിപ്രായത്തില് നല്ല മനുഷ്യനാ, ഡീസന്റ് ആളാ. ഡംബു ഇതെവിടാണ്ട് തുറക്കുക. നോക്കട്ടെ. മേര് തന്നെ ഒരു കാര്യം കുറ്റമായി. ഞാൻ ഒന്ന് അയാളോട് ചോദിച്ചേ, എന്താ ഡിൻഡോൾവിക്കാ സുഡാൽവിക്കാന്ന്? അതൊന്നും ചോദിക്കാനുള്ള നേരമായിട്ടില്ല. ഇപ്പൊ ഇത് കഴിക്കേ. ഇതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ഉണ്ടാ തോന്നുന്നു. അല്ല, അതെ, ഇതെന്റെ തന്തയാണെങ്കിൽ കണ്ടുടനെ അച്ഛാ മക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടും കൂടി ബംഗ്ലാവിലേക്ക് പോണതിന് മുമ്പ് ഇന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിട്ട് പോണേ. എന്റെ കുട്ടിയല്ലേ. ഈ അറബിക്കടലോരം അമ്മ അമ്മ ആരായി? നീയാണോടാ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നത്? ഞാനല്ല. അത് ശരി, നിങ്ങൾ എടുക്കേണ്ട വിളി ഇപ്പൊ എന്നെ ഏൽപ്പിക്ക. പോയി തെരഞ്ഞു പിടിച്ചോളിന്ന്. ഇപ്പോഴേ ഷേപ്പ് അബ്നോർമലാ. എന്റെ കൈ കൊണ്ടോ തന്നാലുണ്ടല്ലോ. ആരാടാ അവിടെ? ഇനിയുണ്ട്. നിങ്ങൾ എത്ര പേരാടാ ചാടിയത്? ഇതൊരു മുറ്റ സൈസാണല്ലോ. നിങ്ങളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ആരും വിളിപ്പിച്ചതല്ലേ, വന്നൂന്ന് കേട്ടപ്പോ ഒന്ന് കണ്ട് കുശലം അന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. ഏത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാ ചാടിയേ? ഞങ്ങള് ഭ്രാന്ത് ആസ്പത്രിയിൽ ചാടിയതല്ലാന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ അവര് വന്ന് വാതില് തുറന്ന് തന്നതായിരിക്കും. എടാ പോടാന്ന് വിളിക്കാനും പോലീസുമാരെ കാണിക്കാനും ഒന്നും നിക്കല്ലേ. ഇയാൾ എന്റെ സുഹൃത്താ. പിന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ ഓണറുടെ മകനാ. ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. കുറെ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും. ഭ്രാന്തന്മാരെ ഞങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ. പോയി കിടക്കാൻ വേറെ സ്ഥലമുണ്ടാ? ഇങ്ങോട്ട് പറ. നല്ല ബോഡി ഗാർഡ് ഓടുക. ബോഡി ഗാർഡൊക്കെ പിന്നെ പോലെ സ്വന്തം ബോഡി. എന്താണ് പേര്? പ്രേതം കൂടെ പന്തിന്റെ പിന്നാലുണ്ടല്ലോ. ഈ പിശാചിനെ കുറിച്ച് ചങ്ങല കിടിയോ? രണ്ടിടത്തിന് ഞാനിപ്പോ ചങ്ങലക്കിടൂടാ. ആരടാ? എന്റെ മോനോക്കടാ. ഇന്ന് രണ്ടെണ്ണത്തിനെ ഞാൻ പിടിക്കൂ. അനങ്ങി പോരുത്, അവിടെ നിൽക്കാൻ. ഇതെന്താണെന്ന് കണ്ടോ? ലാത്തി. ഇതിലും വലുതുണ്ട്. എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അനങ്ങണ്ട അനങ്ങണ്ട, അവിടെ നിൽക്കണ. വേണ്ട വേണ്ട വേണ്ട, മുന്നോട്ട് വരണ്ട. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എടാ അവിടെ നിൽക്കാൻ. ദൈവമേ, കൂടുള്ള കാലമാര് വലിഞ്ഞോ? അയ്യോ,
അയ്യോ നിക്കടലും ഒന്നും കൂടി കാണട്ടെ. എടാ പല ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടടാ. എടാ, ഈ ഓട്ടെ കൂടെ നോക്കുന്ന ഭ്രാന്തനെ ഞാൻ ഇന്നാ കാണുന്നത്. നടക്കോട്ടെ ഓ ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോര്. ഭ്രാന്തന്മാർക്ക് വ്യവസായം ഒരു സ്ഥലം എങ്ങോട്ടാണ് സാറേ പോണേ? അമ്മായിയമ്മയുടെ വീട്ടിലേക്ക്. സാറിന്റെ നടക്കടാ അങ്ങോട്ട്. സാറേ അങ്ങോട്ട് പോയല്ലേ, ഓന്റെ തലി കൈ വെക്കല്ലേ. ഒന്ന് സാറേ ഒന്ന് പറഞ്ഞത് കേക്ക്. എന്താടാ സാറേ ലംബൂരെ തല്ലല്ലേ, ഓനെ തച്ച സംഗതി ചള കൊള്ളാവും. വേണേ ഇന്നെ തച്ചോ, ഞാൻ ചാവുന്ന നേരം നിന്ന് തരാം. എസ് ഐ സാറിന് നീ ക്ലാസ് എടുക്കുന്നോടാ ബ്ലഡി റാസ്കൽ. ഇരിക്കാനെടാ റാസ്കൽ. ആദ്യ കൊണ്ടുമ്പോ നീ കിടന്ന് ചിരിക്കുന്നോടാ. ദൈവമേ ഇവന് വട്ട് കൂടിയോ? എന്താടാ ഇരിക്കുന്നത്? ഞാൻ സാറടിച്ചിരിക്കല്ല, നിങ്ങൾ എസ് ഐ സാറ് വലിയ ഗവേല അങ്ങോട്ട് പോയിട്ടുണ്ട്. അയാൾക്ക് കൊള്ളാൻ പോണ അടി ആലോചിച്ച് ചിരിച്ചു പോയതാണ്. എന്താണ് വിട്ടിക്കിട്ട് ഇടി സാറാ ഇടി. എണീക്കടാ. എണീക്കാൻ. നീ പോലീസുകാരെ നോക്കി പേടിപ്പിക്കും, തല്ലും. എന്നെ തല്ലരുത്. എന്തോ പോലീസുകാരുടെ തല്ലു കൊള്ളാൻ വേണ്ടി ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഒന്നും മോഷിച്ചിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ തന്ത തേടി വന്നതാണ് ഈ ടൗണിൽ ഞാൻ. നിർത്തണ പുല്ലേ. ആരാടാ നിന്റെ തന്ത? സാറന്മാരൊക്കെ അറിയുമായിരിക്കും. ഈ ടൗണിൽ അത്രയ്ക്ക് അറിയപ്പെടുന്നവനാ അദ്ദേഹം. മുല്ലക്കൽ രാമൻ മകൻ ശ്രീധരമേനോൻ, MRS മേനോൻ. നീ വിളിച്ചു പോകുന്നതിന്റെ ഗൗരവം വല്ലതും നിനക്കറിയാമോ? നന്നായിട്ട് അറിയാം, പക്ഷെ സത്യമാണ് സാർ. ആ സത്യം അറിയേണ്ടിടത്തുനിന്ന് അറിഞ്ഞിട്ടാ പുല്ലൂരാമ്പാറയെന്ന് ഞാൻ പുറപ്പെട്ടത്. നിങ്ങൾ എല്ലാരും കൂടെ തല്ലി കൊന്നാലും ശരി, ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അയാളെ കാണുകയും ചെയ്യും, എന്റെ തന്ത. അപ്പോ മിസ്റ്റർ മേനോനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഞാനും കേട്ടു. വെടികൊണ്ടുവന്ന് ചത്തില്ലല്ലോ. ഒക്കെ ദൈവത്തിന് അറിയാം സാറേ. ആള് ചാവാറായിട്ടൊന്നും ഇല്ല. എനിക്ക് അയാളെ ജീവനോടെ വേണം. തോറ്റോണ്ടിരിക്കുന്ന കളിയിൽ പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ഒരു തുറുപ്പ് ചീട്ട്. എനിക്ക് വേണ്ടി മാത്രം ദൈവം തന്ന ഒരു വൃത്തികെട്ട ഗിഫ്റ്റ് അല്ലേ? എന്തോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. വർമ്മ സാറിന് ഏതെങ്കിലും വിധത്തിൽ ഗുണപ്പെടുന്ന ഒരു എലിമെന്റ് ആണെങ്കിൽ അവൻ ഈ നഗരം വിട്ടു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. അല്ലെങ്കിലും അവൻ അങ്ങനെ ഒന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല. വളരെ ബോൾഡായ ഒരു ഡിസിഷൻ അവന്റെ വരവിലുണ്ട്, ഉറപ്പാ. എന്നാലും നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? വേണമെങ്കിൽ മേനോന് നേരെ നടന്ന വധശ്രമത്തിന് തെളിവുണ്ടാകുന്നവരെ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് പോകാൻ ഒരു വകുപ്പുണ്ടായിക്കളയാം. കറക്റ്റ്. പിന്നെ ഇവിടെ കിടന്ന് കറങ്ങിക്കോളൂ. തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷേ അവനെ എനിക്ക് തന്നെ വേണം. അല്ല ലംബു, ഈ പോക്ക് ഇങ്ങനെ പോയാൽ നിന്റെ കാര്യം ഇവിടെ ചെന്നെത്തും. അനക്കാണെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഇപ്പൊ തന്നെ നോക്കി അല്ല നേരെ മുമ്പോടായല്ലോ. നമുക്ക് ഈ നിൽക്കുന്ന ഹംക്കളോട് അന്വേഷിച്ച് നോക്കാം. അല്ല ഈ സ്ത്രീ സ്ത്രീ നിലയം അല്ല, ഈ സ്ത്രീ നിലയം എവിടെയാ? ഈ കാണുന്നതാ. അല്ല ഇത് എങ്ങോട്ടാണ് പോണത്? നിങ്ങൾ വാണ്. അല്ല ഇതെല്ലാം കൂടി റഷ്യ അല്ല വന്മതിലോ? റഷ്യ അല്ല, നേപ്പാള്. ആരാ? എന്ത് വേണം? ഇതെന്താണ് ഇതൊരു കറുത്ത പറ്റില്ല. ഇപ്പോഴേ ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. പൊക്കോളൂ, പോകാൻ. അച്ഛന് ഫോൺ ചെയ്ത അതേ ചേട്ടൻ. എടോ തന്നെ തന്നെ എനിക്ക് കാണേണ്ടത്. ആ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച പ്രശ്നം തീരുമെന്ന് കരുതിയല്ലേ? തീരൂല. ഇത് ഇവിടം കൊണ്ടൊന്നും തീരൂല എന്റെ ചേട്ടാ. വിളിക്കാൻ. അതെ, അന്നൊരു അബദ്ധം പറ്റിയതാ. ഇനി ഒരു അബദ്ധം പറ്റരുത്. വിളിക്കണോ എന്റെ മേന്നെ? എടോ എന്റെ അച്ഛനെ വിളിക്കാൻ. ചതിക്കല്ലേ, വീട്ടിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതാ. ആ അവരൊക്കെ അറിയട്ടെ. പുല്ലൂരാൻ പറയുന്ന മേന്റെ മൂത്തു. ഞാനൊരു സത്യം സത്യം പറയണ്ട, കാര്യം പറ. അതെ, മേനോൻ സാർ സ്ഥലത്തില്ല. അയാളോട് പോയി. പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഒറ്റക്കോ? ഒരു ചെക്കപ്പിന് വേണ്ടി പോയതാ. 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്നാ ഒരു കാര്യം ചെയ്യാം.
വീട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ആ 4 ദിവസം ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് തങ്ങാം. വാ. അതെ വാ. വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അച്ഛനും മോനും തമ്മിൽ സംസാരിച്ചോളാം. അയ്യോ ഞാൻ കാല് പിടിക്കാം. 4 ദിവസം. അത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. മാത്രമല്ല അതുവരെ നിങ്ങൾക്ക് വേണ്ട എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു. വേണ്ട 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 വേണ്ട. തന്റെ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. പറഞ്ഞ വാക്കിന്റെ പുറത്ത് ഇപ്പൊ പിരിയാം. ഓ. പക്ഷെ 4-ാം ദിവസം ഉറപ്പ്. ഉറപ്പല്ലോ. ആ, ഉറപ്പ്. മറ്റേ മാതിരി ആക്കരുത്. ഇല്ല ഇല്ല. എന്നാ വാ. ഏ? അങ്ങോട്ടാ. എന്നാ ചെന്ന് കയറിനടുത്ത് ഒക്കെ അടി പല കോലത്തിലും. ഒഴിവുള്ള സമയത്ത് അന്റെ ഭാഗ്യം. ഇന്നാലോ പള്ളക്ക് വല്ലതുണ്ടോ അതും ഇല്ല. അപ്പൊ ഈ നക്കണതോ ഇതോ ഇക്കണക്കിന് പോയാലേ എന്റെ ബോഡി നിൽക്കാട്ടോ. ഒന്ന് ചിലക്കാണ്ടിരിക്കോ? ഇതാണ് എന്തെങ്കിലും മുണ്ടിപ്പോയ ഞാനൊരു മോശക്കാരൻ, ഈ ഒരു കോലത്തെ തമ്പുരാൻ. അല്ലസ്റ്റാ, അവിടുന്ന് അയാൾ എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞപ്പം നീ ചാടിക്കയറി എനിക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് ഒറ്റയ്ക്ക് പറഞ്ഞല്ലോ. അതിനെ കണ്ടിട്ടാ എന്റെ അമ്മോ, ടൗണിൽ വന്നാൽ ആനണ്ട്, ചേനണ്ട്, ചുണ്ടോൽപ്പിക്ക, സുഡാൽപ്പിക്ക. ഇപ്പൊ എന്തായി? ദുനിയാവില് ഒരു ബോഡിഗാർഡിനും ഈ ഗതി വന്നിട്ടുണ്ടാവില്ല. നിർത്ത്. അപ്പൊ വണ്ടി കയറാം. അങ്ങോട്ട് പുല്ലൂരാൻ പറക്ക്. അല്ല, അപ്പൊ നമ്മൾ പോവുക. നമ്മളില്ല, നിങ്ങള്. അല്ല മോനെ, അപ്പൊ ദുണ്ടാൽപ്പിക്ക, സുഡാൽപ്പിക്ക. ഒലക്കട മൂട്. തമാശ കളിക്കല്ലേ. അച്യുതൻകുട്ടി, പുല്ലൂരാമ്പാറയിലെ കുഞ്ഞുലക്ഷ്മിയുടെ മകൻ അച്യുതൻകുട്ടി എന്ന അച്ചു. എനിക്ക് തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല, മനസ്സിലായില്ല. അത് വാ പറയാം. ലംബു, പോലീസ് പല തരത്തിലും ഉണ്ട് ടൗണിലൊക്കെ. കണ്ടാ മനുഷ്യന്മാരാന്നേ തോന്നൂ, പക്ഷെ പോലീസായിരിക്കും. ഇത് അടുത്തടിയാണ് മോനെ, തടി ഒട്ടാക്കിക്കോ. എന്തും എനിക്ക് ഹംക്കിനത്ര പിടിക്കുന്നില്ല. മിണ്ടായിരിക്കോ? ഇതാരാ മോനെ? എന്റെ ഒരു കൂട്ടുകാരനാ. അങ്ങനെയൊന്നുമില്ല, അറിയും, അത്രേ ഉള്ളൂ. എന്തേ? ഈ നടുറോട്ടിൽ നിന്നും പറഞ്ഞു പിരിയാവുന്ന ബന്ധമല്ല അച്യുതൻകുട്ടി ഞാനുമായിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. കേറെ. എങ്ങടാ? പുല്ലൂരാമ്പാറയിൽ നിന്നും നീ ആരെ തേടി എങ്ങോട്ട് പുറപ്പെട്ടോ അങ്ങോട്ട്. MRS മേനോൻ, നിന്റെ അച്ഛൻ. ശ്രീനിലയം, നിന്റെ വീട്. എന്നിട്ട് ഈ നഗരത്തിൽ നീ ആ വീടിനടിച്ചു നടന്നു. സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാതെ പോയത് നിന്റെ കുറ്റം കൊണ്ടല്ല, വിധിയുമല്ല. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ്. കേറ. വാ. നിങ്ങൾ തമ്മിൽ വലിയ പരിചയമില്ലെന്ന് പറഞ്ഞിട്ട്. അത് പണ്ട് കണ്ടുമുട്ടിയ കാലത്ത് പറഞ്ഞല്ലേ, പിന്നെ നമ്മള് ഭയങ്കര ഫ്രണ്ട്സായില്ലേ? നീ കാലത്തെ ഒരിക്കൽ പോലും അച്ഛനെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല. ഇപ്പോഴീ തോന്നലിന്റെ കാര്യം? ഒരുപാടുണ്ട് കണക്കുകൾ പറയാൻ. നീ അയാളെ കൊല്ലാനെങ്ങാനും വന്നതാണോ മോനെ? അതല്ല, ഈ കഥകളിലൊക്കെ കാണുന്ന പോലെ കോടീശ്വരനായ അച്ഛനോട് മത്സരിച്ച് ജയിച്ച് അയാളുടെ ബിസിനസ് കിങ്ഡം പിടിച്ചടക്കി തറപറ്റിച്ച് മറ്റൊരു കോടീശ്വരനായി കൈകൊട്ടിച്ചിരിക്കാനോ? ഒരു താലിച്ചരട് കഴുത്തിലിട്ടായിരുന്നു എന്റെ അമ്മയെ പറ്റിച്ച് മേനോൻ ഓടിപ്പോന്നതെങ്കിൽ പട്ടിണി മാത്രം സഹിച്ചാ മതിയായിരുന്നു അമ്മയും ഞാനും. ഒരിക്കൽ പറ്റിപ്പോയ ഒരു തെറ്റിന്റെ പേരുദോഷം അനുഭവിച്ച് നാണം കെട്ട് മരിച്ചു എന്റെ അമ്മ. നാണം കെട്ട് ഇന്നും ജീവിക്കുക ആ അമ്മയുടെ മോൻ. എനിക്ക് അയാളെ വേണം. നാണം കെടുത്തി ലോകരുടെ മുന്നിൽ ഞാൻ അയാളെ കാൽ കാശിന് വിലയില്ലാത്തവനാക്കും. പാടി പുകഴ്ത്തിയവരും പിറകെ നടന്നവരും പറഞ്ഞു ചിരിക്കും ഒരു നെറികെട്ട മേനെ കുറിച്ച്. അതോടെ തീരും അല്ലേ? ഒരു നുള്ള ചാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അമ്മയുടെ ചിതയിൽ നിന്ന് ഞാനെടുത്ത് കരുതി വെച്ചത്. ഇതിൽ തൊട്ട് അയാൾ മാപ്പ് പറയും, പറയിപ്പിക്കും. ഗുഡ്. ഞാൻ നിന്നെ സഹായിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഗതി കിട്ടാത്ത എന്റെ അമ്മയുടെ ആത്മാവിനെങ്കിലും ഗതി കിട്ടണം. അച്ഛനെ സാക്ഷി നിർത്തിയേ കുഞ്ഞുലക്ഷ്മിയുടെ മോന കർമ്മം ചെയ്യൂ. മറ്റെന്തെങ്കിലും? ഒന്നും വേണ്ട. ഫ്രണ്ടിനോ?
എനിക്ക് അത് അച്ഛനറിയാം. ഇത്രയും വയസ്സിലെടുക്കുള്ള എന്റെ ഒരു പൂതിയാണ്. എന്താ? ടിൻഡോൾഫിക്ക സുഡാൾഫിക്ക്. അതെന്താ? അത് അതാണോ കാര്യം? അത് ഞാൻ ഏറ്റില്ലേ? യോഹന്നാൻ ചേട്ടാ, യോഹന്നാൻ ചേട്ടോ. ഓ, ഏതവനാവും വെള്ളം കയറുന്നതിന് മുമ്പ് എന്നെ കെട്ടിയെടുത്തിരിക്കുന്നതിന്റെ കർത്താവേ. മേരി, പൊന്നനിയത്തി. ആ ദുഷ്ടം വരുന്നുണ്ട്. എന്റെ കാശ് വന്നിട്ട് പോ. വെള്ളിയാഴ്ച രാവിലെ വന്നോളൂ. ആധാരം ഇത് ഞാൻ സൂക്ഷിച്ചോളാം. ഈ കാലമാടനെ പെട്ടിയിലോട്ട് കെട്ടിയെടുക്കാതെ ബാക്കിയുള്ളവരെ ജീവിച്ചു പോകത്തില്ലല്ലോ എന്റെ കർത്താവേ. പറഞ്ഞു ഇപ്പൊ തന്നെ കണ്ട ആളോട് ഇറങ്ങി ഓടിപ്പോയോ? കണ്ണ് കാണാൻ പാടില്ലേ? എനിക്ക് 5 രൂപ പോയി കിട്ടി. ഓ, നിന്റെ 8 ഉലുവ എന്നോട് 1000 വാങ്ങിയിട്ട് കാശും തരില്ല, മാസാന്ത സന്തോഷവും തരില്ല. ഇവന്റെയൊക്കെ സ്ഥാവര ജംഗമ സാമാനങ്ങൾ കൊണ്ടിടാനേ സ്ഥലം തയ്യാണ്ടായി. ഡബിൾ സ്ട്രോങ്ങാ, തോന്നിയ വിലക്ക് വിറ്റോ. പക്ഷെ കാശ് എന്റെ കയ്യിൽ വരണം. പിന്നെ ഞാൻ എത്ര ഈ നാശം പിടിച്ച പണിക്ക് നിൽക്കുന്നത്? പറഞ്ഞു. ഇപ്പൊ നീ ഒന്ന് ചൊറിഞ്ഞു. കട തുടങ്ങാൻ നേരത്ത് 10,000 രൂപ നീ എണ്ണി മേടിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതിന് മാസാമാസം പലിശ തരുന്നില്ലേ? പലിശയല്ല, സന്തോഷം. സന്തോഷം തരുന്നില്ലേ? തരണല്ലോ. ഇത് ഇന്നത്തെ 5 കുപ്പി മറ്റവൻ. ഇത് പാലിന്റെ. ഇത് മേരിയുടെ ഇന്നലത്തെ ശമ്പളം. അധ്വാനിക്കാൻ മേരിയും ശമ്പളം പറ്റാൻ ചേട്ടനും. എടീ, യോനമുട്ടാ, എന്താ വിളിച്ചേ? കള്ളൻ. കള്ളതിന്റെ അപ്പൻ. നിങ്ങളുടെ 7ാം നമ്പർ വീട്ടിൽ കള്ളം കയറിയെന്ന്. എന്റെ ഈശോയെ, 40-ാം ദിവസം എല്ലാം കൂടി ഇടിച്ചു പൊളിക്കാൻ നിൽക്കുക കാലമാടൻ മേനോൻ. അതിനിടയ്ക്ക് കള്ളം വീട്ടിൽ കയറി എല്ലാ സാധനങ്ങളും അടിച്ചോണ്ട് പോയോ? എന്റെ ആധാരം. ഭയങ്കര അത്ഭുതമാണത്. എങ്ങനെ ഞാനിവിടെ എത്തി? പഠിച്ചോനെ, ഉറങ്ങിയ സ്വർഗത്തില്, ഉണർന്നത് നരകത്തിലോ? അതൊരു ചീപ്പ് ലുക്കുള്ള നരകം. തമിഴ് പുലികളാണെന്നാ പറയുന്നത്. ആയിക്കൊടുന്നില്ല, ഇടുക്കി വരെ എത്തിയിട്ടുണ്ടെന്നാ പത്രത്തിൽ വായിച്ചത്. ഏത് പുലിയാ? എന്താ ഈ വീട് മാത്രമേ കണ്ടുള്ളൂ? എല്ലാവരും ആയുധങ്ങൾ കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? നേരം വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണിത് സ്ഥലം? ആരാണത്? അകത്തെന്റെ വാപ്പിയും കൂട്ടക്കാരും നായിന്റെ മാൻ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഈ സ്ഥലത്തിൽ പെശക. ആടാ ഗുലാം മുഹമ്മദ് കരീം താൻ അതിനേക്കാൾ പെശകാണ്ട. തമിഴല്ലല്ലോ പറയുന്നത്. മലയാള പുലികളോ? ആടാ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കില്ലല്ലേ? എവിടെ ചെന്നാലും കച്ചറ. കച്ചറാണ് ഞാനും കച്ചറ. ദാദാ ദാദാ എന്ന് പറഞ്ഞ് അവസാനം ദാദാവിന്റെ എന്നാൽ അവന്നെ. ഇന്നെപ്പറ്റി വെലുങ്ങിനാർക്കും തിരിയില്ലല്ലേ? ഇന്നലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങണിയാൻ. മോനെ ലംബു, നിന്നെ ഞാൻ ഉണർത്തുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ ബോഡി ഗാർഡ് എന്നും പറഞ്ഞ് നടക്കുന്നത്? എന്റെ കുട്ടി സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇറങ്ങി വേടാ. വരണടാ, വരണോട് വെച്ച് കാണാം. സംസാരിച്ച് വഷളാക്കാൻ നിൽക്കാണ്ട് ഇറങ്ങി വാടാ. ആണ് അങ്ങോട്ട് തന്നെയാ വരണേ. എന്നാ ഇറങ്ങി വാടാ. ഇന്നലത്തെ ഒരാളുടെ കൂട്ടം ഓടി വളച്ച പണി കഴിച്ചടാ. അവന്റെ പാന്റും ഷർട്ടും ഇട്ട് പരിശോധിക്കണ. പുലിയാണെങ്കിൽ ബോംബ് കാണും. പറയടാ, നിങ്ങൾ എത്ര പേരുണ്ടാകത്ത? നമ്മള് 2 ആള്. കള്ളന്മാരാണോ അതോ പുലികളാണോ? അങ്ങനെ ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ ചോദിക്കാം, ചോദിക്കാട്ടാ. നിങ്ങൾ പുലികളാണോ കള്ളന്മാരാണോ? അപ്പൊ അതല്ലേ ഞാനും ചോദിച്ചത്. അതോ പറഞ്ഞേ, അതോ കൊല്ലണോ? അതോ പൊന്നിച്ചില്ലല്ലോ. മഴ പുറത്തപ്പെടല്ലേ? പൊടിച്ചോ ചാത്ത കിട്ടില്ല. അതോ ഒന്ന് താത്ത് താത്ത് അതോ ചവിട്ടല്ല ചവിട്ടല്ല. അന്നോ ആരുമില്ല എന്നെ സഹായിക്കാൻ. വില്ലും വന്നിച്ച് ആരും സഹായിക്കാനില്ല. ഒരു മനുഷ്യൻ എങ്ങനെ അടിച്ചിട്ട് ഒന്ന് വാടാ.